ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ബ്രിഡ്ജാണല്ലേ. എന്നാൽ നമ്മൾ ട്രീ എന്നതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ട്രീ എന്താണ്, ജസ്റ്റ് അല്ല, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു എന്താണ് എന്താണ്, ട്രീ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ട്രീ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കില്ല ട്രീയിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് നിൽക്കുന്നതായിരിക്കും. ഓരോ വെർട്ടെക്സിനും എന്താ എഡ്ജസ് എന്ന രീതിയിലുണ്ടാവും. കൂടാതെ എന്ത് ചെയ്യും, എൻ വെർട്ടെക്സ് ആണെങ്കിൽ n-1 എഡ്ജസ് ഉണ്ടാകുകയുള്ളൂ. കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്തു. അതേ സംഭവം തന്നെ എന്താണ് ബാക്കി എന്ത് ചെയ്യും, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് രണ്ട് സംഭവം. ഇപ്പോൾ ഇന്നലെ പണ്ടല്ലോ ട്രീ ഉണ്ടല്ലോ നമ്മളിപ്പോൾ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു ട്രീ ഇല്ലേ, ഈ രണ്ട് ട്രീസിനെ ഇതിൽ നിന്നപ്പോൾ നമുക്ക് ആദ്യം ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സെക്കൻഡ് പിക്ചറിൽ 2.3 എന്ന പിക്ചറിൽ താഴെ ട്രീ ആണ്. താഴെയുള്ള ട്രീനെയും നമ്മൾ മറ്റേ വലിയ ട്രീനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വെർട്ടെക്സിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇനി വെർട്ടെക്സ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്യുക അല്ലേ. ആ കണക്ട് ചെയ്യുന്ന എഡ്ജിനെയാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുക, ഒരു പാലം. നമുക്ക് പാലം എന്ന് പറയുമ്പോൾ അക്കരെ ഇക്കരെ നമ്മൾ കണക്ട് ചെയ്യുന്ന സംഭവമാണ് പാലം എന്ന് പറയുന്നത്. അതേ സംഭവം തന്നെ ഇവിടെ ബ്രിഡ്ജും. രണ്ട് സെപ്പറേറ്റ് ഗ്രാഫുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ബ്രിഡ്ജ് എന്ന്. രണ്ട് ട്രീസിനെ മെയിനായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറയുക. നോർമലി എന്ത് ചെയ്യും, നമുക്ക് ഒരു ട്രീസിനെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഗ്രാഫ്, ഏത് ഗ്രാഫ് എടുത്താലും ആ ഒരു ഗ്രാഫിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു മൊത്തം കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല, ഇല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ മാത്രം, ഒരു ഒറ്റ എഡ്ജ് കൊണ്ട് മാത്രം കണക്ട് ആകുന്ന രണ്ട് ഗ്രാഫുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയാം. അപ്പോൾ ആ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെയിനായിട്ട് നോക്കാനുള്ളത് ബ്രിഡ്ജിൽ നമുക്കൊരു ഫസ്റ്റ് തിയറംസ് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ, let E be a edge of the graph G and useful let G minus E, അതായത് ഗ്രാഫ് എന്നൊരു എഡ്ജ് പോകുന്നത്, ബി എ subgraph obtained by a deleting E, then W of G less than equal to W of G minus E less than equal to W of G plus 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് മെയിനായിട്ട് പറയുന്നതല്ലോ, ഒരു ഗ്രാഫിൽ നിന്നും ഒരു എഡ്ജസിനെ നമ്മൾ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബ്രിഡ്ജിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇപ്പോൾ ഒരു ബ്രിഡ്ജിൽ നിന്ന് രണ്ട് ഗ്രാഫിലേക്ക്, സപ്പോസ് ഒരു എഡ്ജ് വെച്ചാണല്ലോ രണ്ട് ഗ്രാഫുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ബ്രിഡ്ജിനെ, മെർജ് ചെയ്യുന്ന പറഞ്ഞാൽ. ഒരു ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രാഫുകൾ നമ്മൾ മെർജ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യും, ആ ഒരു രണ്ട് ഗ്രാഫുകൾ ഒറ്റ എഡ്ജ് കൊണ്ട് മെർജ് ചെയ്യാൻ, കൂട്ടിച്ചേർക്കുക, രണ്ട് തമ്മിലൊരു ബന്ധം ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ബന്ധം എന്ത് ചെയ്യും, നമുക്ക് അതിൽ നിന്നൊരു ഗ്രാഫിനെ, ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫല്ല, ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യും, ഗ്രാഫുകൾ കിട്ടും, അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ട്രീസിനെ കിട്ടും. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്കിത് പറഞ്ഞത്. ആ ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജസിൻ്റെ വാല്യൂസ് എങ്ങനെ പറഞ്ഞു, W of G ലെസ് ദാൻ ഈക്വൽ ടു W of G മൈനസ് ഇ എന്നും ലെസ് ദാൻ ഈക്വൽ W of G പ്ലസ് 1 എന്നാണെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു കാര്യമാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ലെറ്റ് ഹാവ് E എന്നുള്ള n വേർട്ടിസ് ആൻഡ് U ആൻഡ് V ആർ ലെറ്റ് U and V എന്ന് എടുക്കുമ്പോൾ C എടുക്കുമ്പോൾ C be the connected component of G with E എന്ന് പറയും. അപ്പോൾ യും വി എന്നൊരു വെർട്ടെക്സിനെ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്, ആ ഒരു തിങ് എത്രമാത്രം കണക്റ്റഡ് ആണ്, എങ്ങനെയാണ് കണക്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ യും വിയും ഡിസ്റ്റിങ് വെർട്ടെക്സ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഈ ഒരു എഡ്ജസ് എടുക്കുന്നില്ല, ഈ എന്നൊരു എഡ്ജസ് എടുത്തു. അപ്പോൾ സപ്പോസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, അനദർ പാത്ത് പി എടുക്കുകയാണെങ്കിൽ U to V, then P cannot involve the edge E and so must also be path in the subgraph G minus E. എന്താ പറഞ്ഞാൽ, P എന്നൊരു P പാത്താണ്. P cannot involve edge E and so must also be path the subgraph G minus E. നമുക്ക് എന്താണ്, P എന്നൊരു പാത്തിന് ഇൻവോൾവ് ആകുന്നില്ല, E എന്ന ഗ്രാഫിൽ ഇൻവോൾവ് ആകുന്നില്ല. പക്ഷേ സബ്ഗ്രാഫ് ഓഫ് G മൈനസ് E, സബ്ഗ്രാഫ് എന്ന് പറയുന്നതാണ് അതിനൊരു ഗ്രാഫിൻ്റെ ഒരു പാർട്ടാണല്ലോ, ആ ഒരു ഇതിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നു എന്ന കാര്യം പറഞ്ഞു. then the case of U and V are coordinated with G minus E. Moreover, X and Y are two also vertices of the component C. There is still a walk from X to Y in G minus E. Since give the walk from X to Y in G, we can simply replace any occurrence of the edge E in this walk by the path P to produce a walk ഇൻ G മൈനസ് ഇ. അതായത് നമുക്ക് ഇതിൽ ഗ്രാഫിൽ നിന്ന് ഒരു എഡ്ജസ് പോകുമ്പോൾ നമുക്ക് ആ സെപ്പറേഷൻ കാര്യമാണ് നമുക്ക് മെയിനായിട്ട് പറയുന്നത്. റീപ്ലേസിങ് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യും, ഷോ ദാറ്റ് ദിസ് കേസ് ഇസ് വെർട്ടിസസ് ഓഫ് സി സ്റ്റിൽ ഗീവ് എ വൺ കണക്റ്റഡ് കോമ്പണൻറ്റ് ഇൻ ദ ഗ്രാഫ് G മൈനസ് ഇ. എന്ത് ചെയ്യും, ആ ഒരു കണക്റ്റഡ് കോമ്പണൻറ്റ് G മൈനസ് ഇ എന്നാണെങ്കിൽ, സിൻസ് എനി അതർ കണക്റ്റഡ് കോമ്പണൻറ്റ് ഓഫ് G ഈസ് unsatisfied by the removal of E, it follows G minus E has a some number of components as E. അപ്പോൾ W of G minus E എന്നുള്ള W of G ആയിരിക്കും. വി ഹൗ കൺസിഡർ ദ റിമൈനിങ് പോസിബിലിറ്റീസ്. അതായത് നമുക്കിപ്പോൾ ഒരു പോസിബിലിറ്റീസ് കാര്യം പറഞ്ഞതാണ്, G മൈനസ് ഇ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു പോസിബിലിറ്റീസ്, ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു
സെക്ഷനിൽ അനദർ കണ്ട ഇത് ജി മൈനസ് സി എടുക്കുന്നു. അപ്പോൾ ഡബ്ല്യു ഓഫ് ജി മൈനസ് സി ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ജി എന്നൊരു പോസിബിലിറ്റി നമുക്ക് അവിടെ കിട്ടി. നമ്പർ ഓഫ് കോമ്പോണൻസിനെ ബേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഒരു പോസിബിലിറ്റീസ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ബാക്കി പോസിബിലിറ്റീസ് എങ്ങനെ പറഞ്ഞു, വെർട്ടെക്സ് യു വി എടുക്കുമ്പോൾ തന്നെ എങ്ങനെ പറഞ്ഞു, കോമ്പോണൻസ് എടുക്കുമ്പോൾ ഒന്നാമത്തെ പറഞ്ഞ് ദർ ഇസ് എ പാത്ത് ഓഫ് എക്സ് ടു യു വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ഇ. നമുക്ക് എന്ത് ചെയ്യും, എക്സ് ടു യിലേക്ക് വരുമ്പോൾ ഒരു ഇയിലേക്ക് ഇൻവോൾവ് ആകുന്നില്ല. നമുക്ക് ആ ഒരു പാത്തിലേക്ക് നമുക്ക് ഒരു വേറൊരു പാത്ത് പോകുന്നില്ല, അതേ സെയിം പാത്തിൽ തന്നെ പോകുന്ന പറ്റുന്ന വിത്തൗട്ട് സർക്കിളിൽ കഴിക്കണം, സർക്കിൾ ആകാൻ പാടുമില്ല. അപ്പം എവറി പാത്ത് എക്സ് യു മസ്റ്റ് ബി ഇൻവോൾവ് ഇ. അപ്പം എന്ത് ചെയ്യും, ഓരോ പാത്തിലും എക്സ് ടു യു എന്നുള്ള പാത്തിൽ എന്ത് ചെയ്യും, ഒരു എഡ്ജ് ഇൻവോൾവ് ആവാൻ എന്ത് ചെയ്യും, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് പോകാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നോർമലി ആദ്യം പറഞ്ഞ കണ്ടീഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഈ നമ്മൾ പറഞ്ഞ തീരത്തിലേക്ക് സാറ്റിസ്ഫൈ ചെയ്ത് പോവുകയാണ്. നമ്മൾ ആദ്യം എന്തോരം ഡബ്ല്യു ഓഫ് ജി മൈനസ് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ജി എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനി ലെസ് ദാൻ ഈക്വൽ ആണോ എന്ന കാര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ, ഒന്നാമത്തെ കണ്ടീഷൻ ഒന്നുകൂടെ എന്ത് ചെയ്യും, ഹോൾ ദാറ്റ് എക്സ് ഇസ് സം കോമ്പണൻറ്റ് ജി മൈനസ് ഇ ആസ് യു because the direction of E does not affect of such a path. നമുക്ക് എന്ത് ചെയ്യും, ആ ഡയറക്ഷൻ ഓഫ് ഇ എന്ത് ചെയ്യും, നമുക്ക് ആ പാത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഏത് ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ പാത്തിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സപ്പോസ് റീച്ച് ആവുന്നു എന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് ഹോൾഡ് എനി പാത്ത് പി ഫ്രം എക്സ് ടു യു സിൻസ് ഇൻവോൾവ് ഇ മസ്റ്റ് ബി എ ഫാക്ട് ബി എ ലാസ്റ്റ് എഡ്ജ് ആൻഡ് പാത്ത് ആൻഡ് ഓഫ് ദ സെക്കൻഡ് ലാസ്റ്റ് വെർട്ടെക്സ് മസ്റ്റ് ബി വി. This is a producer path from x to v and does not involve e of some excess of the component g minus e as v. Moreover, since e is only path of u to v and u to v is a different components of g minus e. അപ്പോൾ നമുക്ക് പറയുന്നത് തന്നെ ആ ഒരു പാത്തിൽ ജി മൈനസ് ഈ ഗ്രാഫിൽ നിന്ന് എഡ്ജ് പോകുന്ന സംഭവമാണ് ഇതിൽ പറയുന്നത്. അതിൽ നിന്ന് യു ടു വിയിലെ കണക്ഷനിൽ യു ടു വിന്ന് യു ടു എക്സ് എന്ന സംഭവിച്ച് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ആ കണക്ഷനിൽ നിന്ന് എഡ്ജസ് ഉണ്ട്, എഡ്ജസിൻ്റെ പാത്ത് മേടിക്കുന്നു ഇതോ ഡയറക്ഷനിലേക്ക് വരികയാണെങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും. നമുക്കതിൻ്റെ ഒരു ഗ്രാഫ് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്ത് പോകാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കണക്റ്റഡ് തിങ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ കണക്റ്റഡായി വരുള്ളൂ എന്തായാലും. അപ്പോൾ ഒരു രണ്ട് ഗ്രാഫുകൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ കണക്റ്റ് ആയി വരുന്ന സംഭവങ്ങളുണ്ടാവും. ആ ഒരു തിങ്സിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും ആ എഡ്ജസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ട്രീ ആയിട്ട് കണക്റ്റഡ് ട്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് അതിൽ പറഞ്ഞു വന്നത്. ഇപ്പോൾ ബാക്കി എന്ത് ചെയ്യും, അതിൽ നമുക്ക് ഇനി അന്ന് ഡബ്ല്യു ഓഫ് ജി പ്ലസ് വൺ, അതായത് ഡബ്ല്യു ഓഫ് ജി മൈനസ് ഇ ലെസ് ദാൻ ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ജി പ്ലസ് വൺ, ലെസ് ദാൻ ഈക്വൽ അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് എന്താണ് നോർമലി എന്താണ് ഈസ് എ ബിഗർ ദാൻ എന്നും പറയാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഈക്വൽ ടു ആണോ ഇല്ലയോ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഡബ്ല്യു ഓഫ് ജി മൈനസ് ഇ ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ജി പ്ലസ് വൺ പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വെയിറ്റഡ് തിങ്സ് ഓരോന്നിൻ്റെ വെയിറ്റ് എടുത്ത് നോക്കണം. എന്ത് ചെയ്യും, ആ ഒരു വെർട്ടെക്സ് എത്ര മാത്രം എഡ്ജസ് കണക്ട് ആവുന്നുണ്ട്, ആ എഡ്ജസ് കണക്ടിവിറ്റി എങ്ങനെയാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ടോട്ടൽ ഗ്രാഫിൽ നിന്നും ഒരു എഡ്ജസിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതൊരു രണ്ട് സെപ്പറേറ്റ് ഗ്രാഫുകളായി മാറുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗ്രാഫ് പ്ലസ് അടുത്ത ഗ്രാഫിലേക്ക് വരുന്നത്, അടുത്ത ഗ്രാഫ് ഒരു വെർട്ടെക്സ് മാത്രമാണുള്ളതെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, അത് തനിച്ച് ഒരു വെർട്ടെക്സ് ഐസൊലേറ്റ് ആയി മാറുന്നു, ബാക്കി മറ്റെന്ത് ചെയ്യും കണക്റ്റഡ് തിങ്സിലേക്ക് പോകുന്നതെന്ന് നമുക്ക് തെളിയിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ ഗ്രാഫിൽ ആർഗ്യുമെൻറ്റേഷൻ ഓഫ് എന്താണ് പറയുന്നത്, ഈ ഗ്രാഫ് യൂണിറ്റ് എന്താണ്, സി ഈസ് ടു കോമ്പണന്റ് ജി മൈനസ് ഇ നെയിംലി വൺ ഓഫ് ദ എവറി വെർട്ടെക്സ് കണക്റ്റഡ് ടു യു ആൻഡ് അനദർ ഇൻ വി എവറി വെർട്ടെക്സ് ഓഫ് ദ കണക്റ്റഡ് ടു വി. ആ യുവും വി എന്ത് ചെയ്യും, ഓരോ വെർട്ടെക്സും തമ്മിൽ കണക്റ്റഡ് ആണ്. അതെന്ത് ചെയ്യും, വേറെ ഒരു വിധത്തിൽ മറ്റു വിധത്തിൽ എങ്ങനെയെങ്കിലും നമുക്ക് എന്താണ് പാത്ത് വഴി നമുക്ക് കണക്റ്റ് ആണ്, ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ലെങ്കിലും ത്രൂ എ പാത്ത് എന്ന കണക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യം പ്രൂവ് ആണെന്ന് പറയും. അതായത് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ കഴിയും. അതായത് ഒരു ഗ്രാഫിൽ നിന്നും ഒരു എഡ്ജസ് റിമൂവ് ആയി കഴിയുമ്പോൾ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ഗ്രാഫായി മാറുന്നല്ലോ. അപ്പോൾ അതും എന്നത് ഡബ്ല്യു ഓഫ് ജി പ്ലസ് വൺ ഈക്വൽ ആണ്. ഒരു ഗ്രാഫ് പ്ലസ് അടുത്തൊരു അതിൻ്റെ വെയിറ്റ് ഒരു 1 കൂടി ചേരുമ്പോൾ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സംഭവത്തിൽ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഡബ്ല്യു ഓഫ് ജി മൈനസ് ഇ ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ജി എന്നും ഡബ്ല്യു ഓഫ് ജി മൈനസ് ഈക്വൽ ഡബ്ല്യു ഓഫ് ജി പ്ലസ് വണ്ണും പ്രൂവ് ചെയ്യും. നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടതാണ് ഡബ്ല്യു ഓഫ് ജി മൈനസ് ഈക്വൽ ഡബ്ല്യു ഓഫ് ജി എന്ന രീതി കൊണ്ടുകൂടി നോക്കിയാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം അത് സാറ്റിസ്ഫൈഡ് ആണോ. നമുക്കിപ്പോൾ ആദ്യം പറഞ്ഞ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് രണ്ട് കണ്ടീഷൻ കൂടെ വന്നപ്പോൾ എന്താണ് അത് എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്താണ് യുവും വിയും ഈക്വൽ ആയതുകൊണ്ട് ഇഫ് യു ആൻഡ് യു ഈക്വൽ ടു വി ആൻഡ് ലൂപ്പ് ആൻഡ് റിമൂവൽ ഓഫ് ഡസ് നോട്ട് ചേഞ്ച് ദ നമ്പർ ഓഫ്, അപ്പോൾ യു വി ലൂപ്പ് റിമൂവ് ചെയ്ത് നമുക്ക് അതിൻ്റെ കോമ്പണൻസ് റിമൂവ് ആകുന്നില്ല, അതായത് ചേഞ്ചസ് വരുന്നില്ല. അതുകൊണ്ട് എന്താണ് ഡബ്ല്യു ഓഫ് ജി മൈനസ് ഈക്വൽ ഡബ്ല്യു ഓഫ് ജി എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ മൊത്തം കേട്ട് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ഒരു വെർട്ടെക്സ്, അതായത് നമുക്കൊരു നമ്മളൊരു ഗ്രാഫ് രണ്ട് ഗ്രാഫുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞല്ലോ. ആ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജിൽ നിന്നും ഒരു
എഡ്ജസ് റിമൂവ് ചെയ്താൽ 2 സെപ്പറേറ്റ് ഗ്രാഫായിട്ട് മാറും. ആ 2 സെപ്പറേറ്റ് ഗ്രാഫിൽ നിന്നുള്ള താരതമ്യം നമുക്ക് ഇങ്ങനെ കമ്പാരിസൺസിനെ കുറിച്ച് നമുക്കിതിൽ പറയുന്നു. ഒരു ഗ്രാഫിൽ നിന്ന് അടുത്ത ഗ്രാഫിലേക്ക് എങ്ങനെ വരുന്നു. അപ്പോൾ ഒരു എഡ്ജ് കണക്ടിവിറ്റി ഉപയോഗിച്ചാണ് നമുക്കിത് ടോട്ടൽ ഗ്രാഫായി മാറുന്നത്. ബട്ട് സപ്പോസ് ആ എഡ്ജിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ സെപ്പറേറ്റ് ഗ്രാഫായിട്ട് വരുമെന്നും ആ സെപ്പറേറ്റ് ഗ്രാഫ് എന്തായിരിക്കും തമ്മിൽ ഈക്വൽ ആണെന്നും പറയാൻ കഴിയും. നമുക്ക് ഒരു എഡ്ജ് വെച്ച് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതല്ല, നമുക്ക് എന്ത് ചെയ്യും തനിച്ച് നിൽക്കുന്ന ഗ്രാഫ് ആണെന്നും പറയാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ഈ ഒരു സംഭവത്തിന് തന്നെ വരുന്നതാണ് ഒരു തിയറംസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഒരു അതായത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു കണക്ടിവിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതേ സംഭവം നമ്മൾ 2.8 ഗ്രാഫിൽ കാണിക്കുന്നത് ബ്രിഡ്ജ് ഡയറക്ഷൻസിനും ബ്രിഡ്ജ് കണക്ടിവിറ്റി കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യും, ഈ എന്നൊരു ബ്രിഡ്ജ് പറഞ്ഞല്ലേ ജി ഓഫ് ഇതിൽ ജി മൈനസ് ഒരു ഒറ്റ വെട്ടക്സ് ഉണ്ടോ, 4 എന്നൊരു വെട്ടക്സ് 1 2 3 4 എന്ന വെട്ടക്സ് ഈ എന്ന എഡ്ജ് ഒന്ന് റിമൂവ് ആകുമ്പോൾ കണ്ടോ നേരെ തനിച്ച് നിൽക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. സപ്പോസ് എന്ത് ചെയ്യും ജി മൈനസ് എഫ് ഒരു ഗ്രാഫിൻ്റെ ഒരു ഫംഗ്ഷൻ റിമൂവ് ആണെങ്കിൽ ഒരു ടെക്സ്റ്റ് എഫ് എന്നൊരു വെട്ടക്സ് റിമൂവ് ആണെങ്കിലും അത് 2 സെപ്പറേറ്റ് ഗ്രാഫായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സെപ്പറേറ്റ് ഗ്രാഫായി വരുന്ന കാര്യമാണ് നമുക്കിപ്പോൾ പറഞ്ഞത്. ഏതെങ്കിലും ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് നമുക്കിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഇപ്പോൾ ഡയഗ്രാം കാണുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു. മേലെ പറഞ്ഞ അതേ സെയിം തന്നെ പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ പറയുന്നതാണ് ഇഫ് എഡ്ജ് ഇ ഓഫ് ഗ്രാഫ് ജി ബ്രിഡ്ജ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എനി സൈക്ലിക് ഓഫ് ജി. അപ്പോൾ എന്താ ഇതിൽ പറഞ്ഞു തരുന്നതാണ് എൻ എഡ്ജ് ഓഫ് ജി ഗ്രാഫ്, അതായത് ബ്രിഡ്ജ് ഓഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈസ് നോട്ട് പാർട്ട് ഓഫ് എനി സൈക്ലിക്. ഈ എന്ന് ഇപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് ഓഫ് സൈക്ലിക് അല്ല. നമുക്കിവിടെ എടുത്ത കാര്യം എന്താണ്, ബ്രിഡ്ജ് വരുമ്പോൾ അല്ലെങ്കിൽ ട്രീ വരുമ്പോൾ സൈക്ലിക് വരാൻ പാടുണ്ട്. ബി എന്നൊരു സൈക്ലിക്കായിട്ട് എടുക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അതിൻ്റെ പ്രൂഫ് നോക്കി ഒന്നും അതിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. എന്താണ് ലെറ്റ് ഈ ഹാവ് ടു എൻഡ് വെർട്ടിസസ് യു ആൻഡ് വി ഇഫ് ഈസ് നോട്ട് എ ബ്രിഡ്ജ്. ഈ ഒരിക്കലും ബ്രിഡ്ജായിട്ട് എടുക്കണ്ട. ഈ ബ്രിഡ്ജായി എടുത്ത് എന്താവും നമുക്കിവിടെ കണക്ട് ചെയ്യാം, സൈക്ലിക്കായി വരുന്നു. അപ്പോൾ ഈസ് നോട്ട് എ ബ്രിഡ്ജ് ദെൻ എബോ റിമാർക്സ് നമുക്ക് തൊട്ട് പറഞ്ഞ കാര്യമുള്ള ആ റിമാർക്ക് പറഞ്ഞ കാര്യം എന്താണ്, ഇറ്റ്സ് എയ്തർ ലൂപ്പ് ഓർ ദ ഗ്രാഫ് പി ഇസ് ഈക്വൽ ടു പിൻ്റെ പാത്ത് എങ്ങനെയാണ് u1 u2 un v വരെ എത്തുന്നു. u2 വിയിലേക്ക് നമ്മൾ എത്തുന്ന കാര്യം പറഞ്ഞു. ഡിഫറെൻറ്റ് ഫ്രം ദ എഡ്ജ് ഇ ഇഫ് ഇറ്റ് ഈസ് ലൂപ്പ് ദെൻ ഈസ് എ ഫോം ഓഫ് സൈക്ലിക് ദർ ഇസ് സച്ച് എ പാത്ത് പി ആൻഡ് സി ഇസ് ഈക്വൽ ടു u1 u2 un2 vn വരെ. തിരിച്ച് ഒറ്റ ഒരു ഇ എന്ന ഗ്രാഫ് എഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് യുവിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമ്മൾ സൈക്ലിക്കായിട്ട് തിരിച്ച് വരുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നെ ഇ എന്നതൊരു പാർട്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ ഒരു പാത്ത് എടുക്കുന്ന ഒരു വെട്ടക്സ് എടുക്കാണ്ട് രീതി കൺസെൻറ്റ് സപ്പോസ് ഈസ് പാർട്ട് ഓഫ് ദ സം സൈക്ലിക് ഇ വന്നെങ്കിൽ നമുക്ക് സൈക്കിളായി മാറി. തൊട്ട് അത് ഡയഗ്രാം കൊണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇയും കൂടെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും സൈക്കിൾ യുവും വിയും നമ്മളെ കണക്ടിവിറ്റി എന്തായാലും നമുക്ക് സൈക്ലിക്കായിട്ട് മാറും. അപ്പോൾ ആ ഒരു സൈക്ലിക്കല്ല നമുക്ക് വേണ്ട എന്ത് ചെയ്യും, അപ്പോൾ സി ജി സജസ്റ്റ് എഡ്ജ് ഓഫ് ഇ എന്നും അതിൻ്റെ ഫോം u2 ഡിഫറെൻറ്റ് ഫ്രം ഇ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും വൺ ഓഫ് ദ അതർ ഹാൻഡ് എന്ന് പറയുമ്പോൾ എം ഗേറ്റ് ദാൻ വൺ ആയിരിക്കും. പിൻ്റെ എന്തായിരിക്കും വാല്യൂസ് നമുക്ക് ഓരോ പിൻ്റെ പാത്തിൻ്റെ വാല്യൂസ് എന്തായിരിക്കും യു ഐ -1 യു ഐ -2 അങ്ങനെ എന്തെങ്കിലും u0 um വരും um-2 ui+1 വരെ നമുക്ക് പോകും. അതായത് വി വരെ നമുക്ക് റീച്ച് ആവുന്നതാണ് പാത്തിൻ്റെ. u2 വിയിലേക്കുള്ള പാത്താണ് നമുക്ക് എന്ത് ചെയ്യും ഓരോ വെട്ടക്സിലൂടെ നടന്നു പോയി നമുക്ക് വിയിലേക്ക് റീച്ച് ആകുന്നവരെ പോകുന്നു. അപ്പോൾ ആ ഒരു പോകുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ എഡ്ജസ് ഇ എന്ന് കൊടുത്തില്ല, ഇ എന്ന് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം മാറ്റിക്കളയാൻ നമുക്ക് എന്ത് ചെയ്യും ഒരു വിതൗട്ട് അസൈക്ലിക്കായി ട്രീ ആയി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എഡ്ജ് u2 വിയിലേക്കുള്ള എഡ്ജ് നമുക്ക് ഡയറക്റ്റ്ലി ഒറ്റ എഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യാതെ ഒരു വിത്ത് പാത്ത് കൊണ്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസിങ് ഒരു വെട്ടക്സ് വെച്ച് പാത്ത് വെച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു പാത്തിനെ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ബ്രിഡ്ജ് നമുക്കൊരു പാത്ത് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ നോർമൽ ട്രീ ആണ്. ആ ട്രീനെ യുവിനും വിനും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് മാത്രമാണ് ഇ എന്ന് പറയുന്നത് എന്ന് നമുക്ക് തെളിയാൻ കഴിയും. ആ യു എന്ന് വിനും കണക്ട് ചെയ്യുന്ന സംഭവത്തേക്ക് ബ്രിഡ്ജ് ഇഫ് ആൻഡ് എന്നാണ് എഡ്ജ് എന്നത് ബ്രിഡ്ജായിട്ട് നമുക്ക് ആക്ട് എന്ന് പറയാൻ കഴിയും. ആ ഒരു സർക്കിളിലേക്ക് മറ്റോ സൈക്കിളിലേക്ക് ആകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ സക്സസ് ആവുന്നില്ല, അതായത് ട്രീയിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഒരു ബ്രിഡ്ജായിട്ട് നമുക്ക് ആക്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ജസ്റ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ ഒന്നുകൂടെ ക്ലിയർ ആകും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ് ദെൻ ജി ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി എഡ്ജ് ഓഫ് ജി ഈസ് എ ബ്രിഡ്ജ്. Every edge of G is a bridge, that is if and only if for every edge E of G with subgraph G minus E has two components പറഞ്ഞു. ഇ മൈനസ് ജിയും 2 കോമ്പണൻസ് ആയി മാറും. തൊട്ട് മുമ്പ് ഫസ്റ്റ് പറഞ്ഞ തീരത്തിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടിന് വരുന്നുള്ളൂ. അതായത് നമുക്ക് രണ്ടും കണക്റ്റഡ് ആണെങ്കിൽ ഒറ്റ കണക്റ്റഡ് ഗ്രാഫായിട്ട് പറയാൻ കഴിയും. അതിൽ ഒരു എഡ്ജിനെ റിമൂവ് ചെയ്യുമ്പോൾ 2 സെപ്പറേറ്റ് ഗ്രാഫായിട്ട് മാറുന്നുണ്ട് എന്നാണ് തീരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് എങ്ങനെ മാറുന്നു നമുക്ക് പ്രൂഫിലോട്ട് നോക്കാം. അപ്പോൾ ഇതിനും സപ്പോസ് ദാറ്റ് ജി ഈസ് എ ട്രീ ദെൻ ജി ഈസ് എ സൈക്ലിക് ആയിരിക്കും, ദാറ്റ് ഈസ് നോ സൈക്കിൾ
So no edge of G belong to cycle. In other words, if E is any edge of G, then the theorem of നമുക്ക് തൊട്ട് മുമ്പ് പഠിച്ച തിയറത്തിന് തൊട്ട് മുമ്പ് നമ്മൾ എഡ്ജസ് ഓഫ് ഈ കണക്ടിവിറ്റി കണ്ടില്ല, ആ ഒരു കണക്ടിവിറ്റി റിക്വയർമെന്റിലേക്ക് നമുക്ക് വരുന്നു എന്നാണ് പറഞ്ഞത്. തൊട്ട് മുമ്പ് നമ്മൾ 2.7 തിയറം പഠിച്ചില്ലേ, അതേ സിമ്പിളിലേക്ക് നമുക്ക് കണക്ടിവിറ്റി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറഞ്ഞു വരുന്നത്. എന്നൊക്കെ നെക്സ്റ്റ് വരുന്നതാണ് ലെറ്റ് G be a graph with n vertices and q edges. As usual, let W of G denote the number of connected components of G. Then G has at least n minus W of G edges. N minus number n vertices in the n minus W of G edges. അപ്പം എന്ത് ചെയ്യും, Q greater than equal to n minus W of G. Q എന്ന് നമുക്ക് ആ ഒരു ഇതിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സെക്ഷനിലേക്ക് പോകാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, Q equal to 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഒറ്റ വെർട്ടെക്സ് പറയാൻ പറ്റുള്ളൂ. സപ്പോസ് Q1 ആണെങ്കിൽ ഒരു എഡ്ജ്, രണ്ട് വെർട്ടെക്സ് ഒരു എഡ്ജിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഓരോന്നിനും കണക്ടിവിറ്റി എങ്ങനെയാണ്, അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് n മൈനസ് ആണ്, n വെർട്ടെക്സിന് n മൈനസ് വൺ എഡ്ജസ് ഉണ്ടാകുന്നില്ലേ, അതേ ഒരു തിങ്സിനെ നമുക്കിവിടെ കണക്ട് ചെയ്ത് പോകാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓരോ തിങ്സിനെയും നമ്മൾ ഫസ്റ്റ് ഒരു തീരം പഠിച്ചില്ല, ഇതിൻ്റെ ആ തീരത്തുമായി കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ കഴിയുമെന്ന് പറഞ്ഞു. ഓരോ n മൈനസ് വൺ എങ്ങനെ വരുന്നു, ആ എഡ്ജസിന് എങ്ങനെ വരുന്നു, ആ രണ്ട് സെപ്പറേറ്റ് തിങ്സിനും കണക്ടിവിറ്റി എങ്ങനെയാണ് വരുന്ന കാര്യമാണ് ഇത് പറയുന്നത്. ഓരോ ഇപ്പോൾ രണ്ട് എഡ്ജസിന് ഒരു വട്ടിനില്ല, രണ്ട് വെർട്ടെക്സിന് ഒരു എഡ്ജസിന് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കിത് മൂന്നാണെങ്കിൽ രണ്ട് എന്ന രീതിയിൽ, അത് ഒരിക്കലും സൈക്ലിക് ആകാൻ പാടില്ല. സൈക്ലിക് ആണ് ഈക്വൽ വരും, സൈക്ലിക് ആവാത്ത രീതിയിലോ ട്രീ എന്ന രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് വരും, അത് കണക്ട് ചെയ്യാൻ കഴിയും. ഇത് യൂസ് ചെയ്ത് പാത്ത് വെച്ച് വരികയാണെങ്കിലും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യും, സൈക്ലിക് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, മൂന്നിനെ മൂന്ന് വരയ്ക്കാനും സാധിക്കും. അല്ല അസൈക്ലിക് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, n-1 എഡ്ജസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യും, കണക്റ്റഡ് ഗ്രാഫ് G വിത്ത് വേർട്ടീസസ് ഹാസ് അറ്റ്ലീസ്റ്റ് n-1 എഡ്ജസ്. നമുക്ക് അതിൽ പറയുന്നൊരു കൊറോളറിയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചതുമായി ബന്ധപ്പെട്ട കൊറോളറി എന്ത്, Q(n-1) ഈക്വൽ ടു Q കേട്ടാണെങ്കിൽ n-1 സെക്റ്റായിട്ട് നമുക്ക് വരുമെന്നും പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു 3 തിയറംസ്, അതായത് 3 കണ്ടീഷൻസ്. 3 കണ്ടീഷൻ എന്ന് പറയുമ്പോൾ G ഗ്രാഫ് വിത്ത് n വേർട്ടീസസ് ആണെങ്കിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പ്രൂവ് ആണ് ഈക്വലൻ്റ് ആണെന്ന് പറഞ്ഞു, ഈക്വലൻ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോന്നും തമ്മിൽ ഈക്വലൻ്റ് ആണോ എന്ന കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് ഈക്വലൻ്റ് ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഈ തിങ്സിനെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ അതിൽ. ആ ഒരു ട്രീയിൽ നിന്നും കണക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ രണ്ട് ഇതിലേക്ക് ബ്രിഡ്ജസ്, ട്രീയിൽ നിന്ന് ബ്രിഡ്ജിൽ നിന്ന് കണക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അവിടെ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യും, അതിന് G ട്രീ ആണെന്ന് പറയാൻ കഴിയും. പിന്നെ G അസൈക്ലിക് ആകുമ്പോൾ n-1 എഡ്ജസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. G എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n-1 എഡ്ജ്. അപ്പം എന്ത് ചെയ്യും, ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്താണ്, ഇപ്പോൾ ഈ 3 തിയറം എന്ന് പറഞ്ഞില്ലേ, ഈ തിയറം വെച്ച് തന്നെയാണ് കറങ്ങി തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ തമ്മിൽ എത്രമാത്രം കണക്റ്റഡ് ആണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഇതിന് മെയിൻ തിങ്സ് ആണ് സ്പാനിങ് ട്രീ ആണ്. സ്പാനിങ് ട്രീ എന്ന് പറയുമ്പോൾ ഒരു സബ് ഗ്രാഫിന്, അതായത് നമുക്ക് എല്ലാ വെർട്ടെക്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു ഗ്രാഫ് വരയ്ക്കുക. നമുക്ക് അത് സൈക്ലിക് ആകാൻ പാടില്ല. എന്ത് ചെയ്യും, നമുക്കൊരു എല്ലാ വെർട്ടെക്സ് യൂസ് ചെയ്യണം. മിനിമം എഡ്ജസ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. മാക്സിമം എഡ്ജസ് അല്ല, മിനിമം എഡ്ജസ് യൂസ് ചെയ്തുകൊണ്ട് എല്ലാ വെർട്ടെക്സിനെയും തൊടുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുക. അതായത് സ്പാനിങ് ട്രീ എന്ന് പറയാം. സ്പാനിങ് ട്രീ ഇസ് എ ഗ്രാഫ് G സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് G ഇസ് എ ട്രീ. നോർമൽ ഗ്രാഫ് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ പേര് നോക്കി അറിയാൻ പറ്റും, Gയും Tയും തമ്മിലുള്ള ഡിഫറൻസും അതിൽ നിന്ന് സ്പാനിങ്ങിലേക്ക് മാറ്റിയതും. ഇത് നമുക്ക് G എന്ന ഗ്രാഫ് എന്ന് മൊത്തം കണക്റ്റഡ് ആണ്, T എന്ന വിത്തൗട്ട് കണക്ഷൻ എത്തി. പക്ഷെ നമുക്ക് എല്ലാ എഡ്ജസിനും എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ട്രീ എന്ന് പറയുമ്പോൾ, സ്പാനിങ് ട്രീ എന്ന് പറയുമ്പോൾ എല്ലാ വെർട്ടെക്സിലും നമുക്ക് കണക്ട് ആവണം, എന്നാൽ മിനിമം എഡ്ജസ് ആയിരിക്കും കണക്ടിവിറ്റി ഉണ്ടാവാനും പാടുള്ളൂ. ആ രീതിയിൽ വരുന്നതാണ് നമുക്ക് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു എഡ്ജസിന് എത്രമാത്രം എഡ്ജസിന് കണക്ട് ആണോ അത് നമുക്ക് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യണം. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ കേബിൾ കണക്ഷൻ ഒക്കെ നമുക്ക് പറയുന്നുള്ളൂ. കേബിൾസ് നമുക്ക് എന്ത് ചെയ്യും, ഒറ്റ കോഡിൽ മാക്സിമം അടുത്തടുത്ത് നൈബർ വീടുകളിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ സംഭവിച്ചാൽ അവർ കണക്ട് ചെയ്യൽ നിന്ന് നമുക്ക് അവർക്ക് അത്രയും ആ വയറിൻ്റെ ലെങ്ത്ത് അവർ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വെർട്ടെക്സിൽ നിന്ന് മിനിമം കണക്ഷൻ കൊടുത്ത് എന്താവും, നമുക്ക് ആ ഒരു മെയിൻ കോഡിൽ നിന്നും കുറേ കാര്യങ്ങൾ പോകുന്ന പോലെ കിട്ടും അവർക്ക്. ആ ഒരു അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് മിനിമം കാര്യങ്ങൾ കൊടുത്താൽ, മിനിമം എല്ലാ വെർട്ടെക്സ് എല്ലാ സബിലും എത്തും വേണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും, മിനിമം എഡ്ജസ് യൂസ് ചെയ്തുകൊണ്ട് എല്ലാ സബിലും തൊട്ടുകൊണ്ട് പോകുന്ന രീതിയിൽ അപ് ടു എൻഡ് പോയിന്റിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് നമുക്ക് തീറംസ് ആയിട്ടൊന്നുമില്ല. നമുക്ക് എന്താ ആ ഒരു സ്പാനിങ് ട്രീ എന്താണ്, അതിൻ്റെ കണക്ടിവിറ്റി തീരുമാനമാണ് ഒറ്റ തീറംസ്, ചെറിയ സിമ്പിൾ തീരം എന്താണ്, ഇപ്പോൾ G ഗ്രാഫ് കണക്റ്റഡ് ഇൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ സ്പാനിങ് ട്രീ. അപ്പോൾ സ്പാനിങ് ട്രീ പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു സ്പാനിങ് ട്രീ എങ്ങനെ ആകുമെന്ന് പറഞ്ഞില്ലേ, അതേ സംഭവം ഇവിടെ ആ ഒരു കണക്റ്റഡിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എഡ്ജസ് എടുത്ത് എഡ്ജസ് എന്ത് ചെയ്യും,
ഒരു മിനിമം എഡ്ജസിലേക്കുള്ള കണക്ടിവിറ്റി എങ്ങനെയാണ്? അപ്പോൾ എന്ത് ചെയ്യും അതെന്തായിരിക്കും നമുക്ക് ട്രീ ആയിരിക്കണം, ട്രീ ആകുമ്പോഴത്തേക്കും അസൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കണം, n-1 എഡ്ജസ് ഉണ്ടാവണം. പിന്നെ എന്തായിരിക്കും നമുക്ക് കണക്റ്റഡ് വിത്ത് ഗ്രാഫ് n-1 കണക്റ്റഡ് ആയിരിക്കുന്നു വിത്ത് ഗ്രാഫ് n-1 എഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പാനിങ് ട്രീൻ്റെ ഗ്രാഫ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനും കഴിയും. അപ്പോൾ ആ ഒരു സംഭവമാണ് നമുക്ക് ഇത് പറഞ്ഞത്. ഒരു ഗ്രാഫ് എടുത്ത് നമുക്ക് വിത്തൗട്ട് കണക്ടിവിറ്റിയിൽ എടുത്തതിന് അസൈക്ലിക് ഗ്രൂപ്പിലും എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും അതിന് എല്ലാ എഡ്ജസിനും ടച്ച് ചെയ്യുന്ന വെർട്ടെക്സ് നമുക്ക് പോകാൻ കഴിയുന്നുണ്ടോ, അതുണ്ടെങ്കിൽ നമുക്ക് അതിന് സ്പാനിങ് ട്രീ എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ആ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തന്ന നോട്ട്സ് നമ്മൾ ക്ലാസ് റൂമിലിട്ട നോട്ട്സ് ഒന്നുകൂടെ ഒന്ന് ഡെസ്ക് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും ഒന്നുകൂടെ ക്ലിയർ ആവും. അതിനുശേഷം നമുക്ക് ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.